عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العظيم. قال نبينا وحبيبنا محمد صلى الله عليه وسلم: نعمتان مغبون فيهما كثير من الناس، الصحة والفراغ. صدق رسول الله صلى الله عليه وسلم. النار آخر دينار نطقت به، والهم آخر هذا الدرهم الدار. المرء ما دام مشغوفا بحبهما، معذب القلب بين الهم والنار. സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൃത്യം 10 മണിക്ക് തന്നെ വരണമെന്ന് വിചാരിച്ച് ഏകദേശം 9:30 മുതൽ കാത്തിരുന്നതായിരുന്നു. 10 മണി 10:05 അടുത്ത നേരത്താണ് നെറ്റ് കട്ടായി പോയത്. ആദ്യം നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കുന്നു. ശബ്ദത്തിന് ലേശം തകരാറുണ്ട് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. തൊണ്ടവേദനയാണ്, അത് മാറാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസ് എടുക്കാൻ നേർച്ചയാക്കിയതാണ്. അല്ലാഹു തആല നമ്മുടെയൊക്കെ രോഗങ്ങളെ ശിഫയാക്കി തെരുമാറാവട്ടെ. പരിശുദ്ധമായ ദീൻ ദഅവത്ത് നടത്തുക എന്നുള്ള കാരണം കൊണ്ട് അവന്റെ മഹബൂബിങ്ങളോടുകൂടെ ദുനിയാവിലും ആഖിറത്തിലും ഒരുമിച്ച് കൂടാൻ നമുക്കും ബന്ധുമിത്രാദികൾക്കൊക്കെ റബ്ബ് തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്നാമുഖമായി ദുആ ചെയ്യുകയാണ്. ഇന്നിവിടെ പരാമർശിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള വിഷയം നിങ്ങൾക്കെല്ലാവരും അറിയാവുന്നതാണ്. പണപ്പിരിവും പാവങ്ങളുടെ പേരും പ്രമാണങ്ങളും എന്നുള്ളതാണ്. പ്രമാണബന്ധിതമായി പണപ്പിരിവ് നടത്തുകയും പാവങ്ങളുടെ പേര് പറയുകയും സമൂഹത്തിനെ വഞ്ചിക്കുകയും ചെയ്യുന്ന ചില ആളുകളെ പ്രമാണബന്ധിതമായി വിഷയം അവതരിപ്പിച്ച് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇതാണ് ആ വിഷയത്തിന്റെ ഉള്ളടക്കം എന്ന് വിഷയം കേൾക്കുമ്പോൾ തന്നെ ഏകദേശം ആളുകൾക്ക് അറിഞ്ഞതായിരിക്കാം. ഈ വിഷയം മാധ്യമങ്ങളിൽ പരസ്യം ചെയ്ത ഉടനെ തന്നെ 89 മുതൽ പിളർന്നുകൊണ്ട് സമൂഹത്തിന്റെ ഇടയിൽ ഫിത്ന വിതച്ച പല ആളുകളും വാട്സപ്പ് മുഖാന്തരം വരാൻ തുടങ്ങിയിട്ടുണ്ട്. വന്നിട്ട് പറയാൻ തുടങ്ങി, കൈത്താങ് നിങ്ങൾ പരാമർശിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അതും ഒരു പണപ്പിരിവാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരമാവധി എങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നുണ്ടോ അതൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതായാലും പരിശുദ്ധമായ ഇസ്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധമായ ശരീഅത്ത് എല്ലാത്തിലും, അത് പണം പിരിക്കുന്നിടത്തുണ്ട്, അത് ചെലവാക്കുന്നിടത്തുണ്ട്, വാങ്ങുന്നിടത്തുണ്ട്, എല്ലാത്തിലുമുണ്ട്. കാന്തപുരം യൂണിറ്റ് എസ്കേസ്, ആ പേര് എഴുതി വിട്ടപ്പം തന്നെ ഞാനൊരു സംഭവം പറയാം. ഇദ്ദേഹമാണല്ലോ ഐക്യമായി നിന്നുകൊണ്ടിരുന്ന കേരള ജനതയെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഐക്യമായി നിന്നിരുന്ന കേരള ജനതയെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച് മഹല്ല് തോറും
പള്ളികൾക്ക് മുമ്പിൽ ഒരു പള്ളിയും മദ്രസക്ക് ചുമര് വെച്ചും ഒരു വീട്ടിന്റെ അകത്തളത്തിൽ പരസ്പരം ജ്യേഷ്ഠാനുജന്മാർ, ഭാര്യമാർ, മക്കളും പരസ്പരം തെറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തത് ദാ മുകളിൽ പേരെഴുതി വിട്ട ആ നാട്ടുകാരനായ ഒരാളാണ്. നമുക്കൊക്കെ അറിയാം. എന്നാൽ പാവങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് യഥേഷ്ടം പണം പിരിക്കുകയും പാവങ്ങളെ സംരക്ഷിക്കുന്ന ഒരു അബുൽ ഐത്താമാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്ത പല സംഭവങ്ങളും നമുക്കറിയാം. കേരള ജനതയിൽ ഒട്ടനവധി ആളുകൾ പരിഹാസ്യരായിക്കൊണ്ടാണ് ആ വാചകം സ്വീകരിച്ചിരുന്നത്. അബുൽ ഐത്താം എന്ന് പറഞ്ഞപ്പോ ആയിക്കോട്ടെ, പേഴ്സണലായി പലതും പറയുന്നുണ്ട്, അതായിക്കോട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവങ്ങൾ അത് കാണിക്കും, അതിലൊന്നും കുഴപ്പമില്ല. അപ്പൊ അബുൽ ഐത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന ഇദ്ദേഹത്തിന്റെ ചില ഗുണഗണങ്ങൾ എടുത്തുകൊണ്ട് ചില ആളുകൾ പറയാറുണ്ട്, അദ്ദേഹം ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഇദ്ദേഹം ചെയ്യുന്ന ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് വരുന്ന തെറ്റുകൾ പൊറുക്കപ്പെടൂലേ എന്നൊക്കെയാണ്. ഇദ്ദേഹം ചെയ്യുന്ന ഗുണങ്ങൾ എന്താ? ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു തന്റെ കിതാബിൽ അത്തരം ഗുണങ്ങളെ എടുത്ത് പരാമർശിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കാം, ഇബാറത്ത് സഹിതം വായിച്ചുകൊണ്ട് നമുക്ക് വിഷയം പറയാം. എന്നാൽ ചില ആളുകൾ പറയാറുള്ളത്, അദ്ദേഹം പാവങ്ങളെ സംരക്ഷിക്കാറുണ്ട്, യതീമീങ്ങളെ സംരക്ഷിക്കാറുണ്ട്, അഗതി അനാഥകളെ സംരക്ഷിക്കുന്ന ആളാണ്, യഥേഷ്ടം പണം പിരിച്ചുകൊണ്ട് മുതലാളിമാരുടെ കയ്യിൽ നിന്ന് അവർ ദുർവിനിയോഗം ചെയ്യുന്നതായ മുതലാളിമാരുടെ അനാവശ്യമായ മുതലുകളിലെടുത്തുകൊണ്ട് ആവശ്യങ്ങൾക്കും എന്ന് മാത്രമല്ല ഹൈറായ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു നല്ല മനുഷ്യനാണ്, അങ്ങനെയുള്ള നന്മ നാം കണ്ടുകൂടെ എന്നൊക്കെയാണ് ചോദിക്കാറുള്ളത്. എന്നാൽ ഇത്തരം വിഷയങ്ങളൊക്കെ ചോദിക്കുന്ന ആളുകളോട് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു മാന്യമായ നിലയ്ക്ക് മറുപടി പറയുന്നുണ്ട്. ആ മറുപടി കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും കടന്നുറങ്ങാം, ഇപ്പുറത്ത് വന്നിട്ട് ഉറങ്ങിക്കൂടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം. നമുക്ക് ഇൻഷാ അല്ലാഹ് കടന്നുറങ്ങണം, പല ആളുകളുടെയും ഉറക്കം കെടണം, അതും കൂടെ നമ്മുടെ ആവശ്യമാണ്. അല്ലാഹു ജല്ല ജലാലായ റബ്ബ് സുബ്ഹാനഹു തആല ഹക്ക് മനസ്സിലാക്കാനും ആ ഹക്കിന്റെ മേൽ പാറ പോലെ അടിയുറച്ചു നിൽക്കാനും റബ്ബ് തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു അവിടത്തെ പ്രിയപ്പെട്ട ശിഷ്യരായ മഹാനുഭാവരെ ഒരു ശിഷ്യനെ ഉപദേശിക്കുന്ന ചില ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ കാണാം. ഇന്നി അൻസഹു ലക ബി തമാനിയത്തി അഷ്യാ, നിനക്ക് ഞാൻ 8 കാര്യം പറഞ്ഞു തരാം. ഇഖ്ബൽഹ, ആ 8 കാര്യം നീ സ്വീകരിക്കണം. മിന്നി ലിഅല്ലാ യകൂന ഇൽമുക ഖസ്മൻ അലൈക യൗമൽ ഖിയാമ, നിന്റെ ഇൽമ നാളെ ആഖിറത്തിൽ നിനക്കെതിരെ കേടായി വരുന്ന, നിനക്കെതിരെ സാക്ഷി പറയുന്ന ഒരു അവസ്ഥയുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ നീ സ്വീകരിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ശിഷ്യനോട് ഉപദേശിക്കുന്നു. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു, തഅമൽ മിൻഹ അർബഅ വതദഉ മിൻഹ അർബഅ, അതിൽ 4 കാര്യങ്ങൾ നീ ചെയ്യുകയും 4 കാര്യങ്ങൾ നീ ഒഴിവാക്കുകയും ചെയ്യണം. എന്നിട്ട് 4 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു വിശദീകരിക്കുന്നു. 4 കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതായ 4 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വസ്സാലിസു മിമ്മാ തദഉ, ഒഴിവാക്കപ്പെടേണ്ടുന്നതായ 3 കാര്യം, മൂന്നാമത്തെ കാര്യം പറയുന്നു, അന്നഹു ലാ തുഖാലിത്തുൽ ഉമറാ വസ്സലാത്തീൻ, നീ രാജാക്കന്മാരോടും നേതാക്കന്മാരോടും ഇഖ്ലാത്ത് പാടില്ല, അവരോട് കൂടിക്കലരാൻ പാടില്ല. വലാ തറഹും ലിഅന്ന റുയതഹും, അവരെ പോയി കാണാനും പാടില്ല. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ശിഷ്യനോട് ഉപദേശിക്കുന്ന ഉപദേശമാണ്. ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ കിതാബിൽ മനോഹരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അവരെ കാണാൻ പാടില്ല, അവരെ പോയിട്ട് കാണാൻ പാടില്ല, അവരുടെ കൂടെ ഇഖ്ലാത്തും പാടില്ല. ബഹുമാനപ്പെട്ട ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, വമൻ ജലസ മഅൽ ഉമറാ, വല്ലവരത്തിനും ഉമറാവിനോട് കൂടെ ഇരുന്നാൽ സാദഹുല്ലാഹുൽ കിബർ, അല്ലാഹു തആല അവനിക്ക് കിബർ വർദ്ധിപ്പിക്കും. ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
ആ കിബറും ഹസദും ഉജ്ബും റിയാഉമൊക്കെ വർദ്ധിക്കുന്നതായ ഒരു പ്രത്യേക തരം ഒരു ഇഖ്ലാത്ത് നീ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറയുന്നു. വ മുജാലസത്തുഹും അവരോട് കൂടെ ഇരിക്കാൻ പാടില്ല, വ മുഖാലത്തുഹും അവരോട് കൂടെ നീ ഇടപെടാനും പാടില്ല. അങ്ങനെ ഇടപെടലൊക്കെ ആഫത്തുൻ അലീമ, വല്ലാത്ത വിഷമം നിനക്കുണ്ടാക്കും എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറയുന്നു. വല വിബ്തുലീത ബിഹാ ദഅ അൻക, ഇനി അങ്ങനെ നിന്നെ പരീക്ഷിക്കപ്പെട്ട് പോയി കഴിഞ്ഞാൽ, നീ നിർബന്ധിത സാഹചര്യത്തിൽ അങ്ങനെ അവരുടെ കൂടെ കൂടേണ്ടി വന്നാൽ, അവരുടെ കൂടെ ഇരിക്കേണ്ടി വന്നാൽ, അവരുടെ കൂടെ പെരുമാറേണ്ടി വന്നു കഴിഞ്ഞാൽ, ആ സമയത്ത് നീ ശ്രദ്ധിക്കേണ്ടുന്നത് അവരെ നീ സ്തുതിച്ചു പറയാൻ പാടില്ല, അവരെ നീ വലുതാക്കി പറയരുത്. നിശ്ചയമായും അല്ലാഹു ജല്ല വഅല, അല്ലാഹു തആല യഗ്ളബു, അവൻ കോപിക്കുന്നുണ്ട്, ഇദാ മുദിഹൽ ഫാസിഖു വല്ലാലിമു, അക്രമിയെയും ഫാസിഖായ തമ്മാടിയായ ആളുകളെയൊക്കെ മദഹ് ചെയ്യലിന് അല്ലാഹുവിനിക്ക് ദേഷ്യമാണ്, അതുകൊണ്ട് അക്കാര്യം നീ ചെയ്യരുത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ ഉപദേശിക്കുന്നു. സൗദി ഔഖാഫിന്റെ അടുത്ത് പോയിട്ട് തനി ബിദ്അത്തുകാരായ ആളുകൾക്ക് അത്തഖാഫ മാസികയിൽ തർലിയത്ത് പറഞ്ഞ പല ആളുകളും നമ്മുടെ നാട്ടിൽ കൊമ്പന്മാരായി നടക്കുന്നുണ്ട്. ഇവിടെ വലിയ സുന്നിസം പറയും. സുന്നിസം എന്ന് പറഞ്ഞാൽ 110 വോൾട്ട് സുന്നിസം പറഞ്ഞിട്ട് ബിദ്അത്തുകാരുടെ പണം പിരിക്കാൻ വേണ്ടിയിട്ട് നാട് നീളെ നടക്കുകയും ബഹുമാനപ്പെട്ട നമ്മുടെ പൂർവികരായ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവർകൾക്കും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അടങ്ങുന്ന മഹത്തുക്കൾക്ക് സുന്നിസം പോരാ, അവരുടെ സുന്നിസം ചോർന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതു സംഘടനയ്ക്ക് രൂപം നൽകിയ ആളുകളൊക്കെ ചിന്തിക്കുകയും അവരുടെ കൂട്ടം ആളുകളൊക്കെ ഇത് മനസ്സിലാക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. ഇതാ ഫാസിഖ് അല്ലാഹു വലിയ കോപം ഉണ്ടാക്കും, അല്ലാഹു എനിക്ക് വലിയ കോപമുണ്ട്. വമൻ ദഅ ലിതൂലി ബഖാഇഹിം ഫഖദ് അഹബ്ബ അൻ യുഅസല്ലാഹു ഫീ അർളിഹി, വമൻ ദഅ വല്ലവരത്തിനും ദുആ ചെയ്താൽ തവ്വലല്ലാഹു ഉംറഹു എന്നാണ് തനി വഹാബിക്ക് അത്തഖാഫ മാസികയിൽ എഴുതിയ ലേഖനം. തവ്വലല്ലാഹു ഉംറഹു എന്തായിരിക്കും, എങ്ങനെയായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചോളി. വമൻ ദഅ ലിതൂലി ബഖാഇഹിം, അവർ ബാക്കിയാവാൻ വേണ്ടിയിട്ട് ഒരാൾ ദുആ ചെയ്താൽ ഫഖദ് അഹബ്ബ അൻ യുഅസല്ലാഹു ഫീ അർളിഹി, അല്ലാഹുവിന്റേതായ ഈ അർളിൽ അല്ലാഹുവിനിക്ക് എതിര് ചെയ്യുന്ന ആൾ ഒരുപാട് കാലം എതിര് ചെയ്യുന്ന ആളുകൾ ഇവിടെ ബാക്കിയാവണം എന്നതിനെ ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് സുൽത്താൻമാരോടുകൂടെ നിങ്ങൾ ഇടപെടരുത്, വലിയ വലിയ ആൾക്കാരോടുകൂടെ നിങ്ങൾ ഇടപെടരുത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ശിഷ്യനോട് ഉപദേശിക്കുന്നു. ഇനി ഒഴിവാക്കേണ്ടുന്നതായ നാലാമത്തെ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് അല്ലാ തഖ്ബല ശൈഅൻ മിൻ അതാഇൽ ഉമറാ, അല്ലാ തഖ്ബല ശൈഅൻ മിൻ അതാഇൽ ഉമറാഇ, ഉമറാ നൽകുന്നതായ കൊടുതികൾ അവർ തരുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ സ്വീകരിക്കരുത്. എന്തേ കാരണം പറയുന്നത്? വഹദായാഹും, ഇതൊക്കെ എന്താ ബഹുമാനപ്പെട്ട നിങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ഇത് കേൾക്കുന്ന വീക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ ബഹുമാനിതൻ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരാൾ പ്രസംഗിച്ചിട്ടുണ്ട്, കോടിക്കണക്കിന് രൂപ ഞാനും മറ്റേട്ടിയ ഫുലാനും കൂടിയിട്ട് പിരിച്ചിട്ട് 1 രൂപ പോലും കമ്മീഷൻ എടുത്തിട്ടില്ല എന്ന് പറയുന്നത് ആളുകളൊക്കെ ശ്രദ്ധിക്കട്ടെ. അന്നഹ ബഹുമാനപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേരിട്ട് കാണാനും ബഹുമാനപ്പെട്ട ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർവാഹ് വിളിച്ചുകൊണ്ട് നേരത്തെ കാലേ കൂട്ടി റൂഹ് പ്രത്യക്ഷപ്പെടാനും പരിശുദ്ധമായ 5-ാം നൂറ്റാണ്ടിന്റെ പ്രതിഭാശാലിയായിട്ട് ലോകം പരിചയപ്പെട്ട ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ തന്റേതായ ശിഷ്യനെ ഉപദേശിക്കുകയാണ്. അല്ലാ തഖ്ബല ശൈഅൻ മിൻ അതാഇൽ ഉമറാ, ഉമറാ തരുന്നതൊന്നും സ്വീകരിക്കണ്ട. വഹദായാഹും, അവരുടെ കാഴ്ചയൊന്നും വാങ്ങണ്ട. വഇൻ അലിംത അന്നഹാ മിനൽ ഹലാൽ, അത് ഹലാലിൽ നിന്നാണ് എന്നറിഞ്ഞാലും ശരി സ്വീകരിക്കണ്ട. ബഹുമാനപ്പെട്ട നമ്മുടെ കേട്ടിമാൻ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ വിദേശ രാജ്യത്തേക്ക് പോയപ്പോ കുറെ റിബയുടെ പൈസ കുറേയുണ്ട്, കൊണ്ടു തരട്ടേന്ന് ചോദിച്ചു. അപ്പൊ അത് പറ്റൂല, അവിടെ കൊണ്ടുപോയിട്ട് പാവങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ അതൊക്കെ ഷെയ്ഖ് അബൂബക്കർ കൊണ്ടുപോയിട്ട് അതൊക്കെ കൊടുക്കാറുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിനിക്ക് അതൊക്കെ ഹലാലായിരിക്കാൻ നമുക്കത് പറ്റൂല എന്നാ പറഞ്ഞത്. പാവങ്ങളെ സംരക്ഷിക്കണ്ട എന്നല്ല,
സംരക്ഷിക്കേണ്ടെന്ന കോലത്തിൽ സംരക്ഷിച്ചാൽ ഒരുപാട് കൂലിയുള്ളതായിട്ട് ബഹുമാനപ്പെട്ട ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ ഹബീബ് തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട ഇമാം ഗസാലി തങ്ങൾ ഹുജ്ജത്തുൽ ഇസ്ലാം അബി ഹാമിദുൽ ഗസാലി തങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നത് വഇൻ അലിംത അന്നഹാ മിനൽ ഹലാൽ, ഹലാലിൽ നിന്നാണ് എന്ന് അറിഞ്ഞാലും ശരി അത് സ്വീകരിക്കണ്ട. ലിഅന്ന ത്വമഅ മിൻഹും യുഫ്സിദുദ്ദീൻ, അവരിൽ നിന്ന് വല്ലതും കിട്ടുമല്ലോ എന്ന് കൊതിച്ചാൽ തന്നെ നിന്റെ ദീന് ഫസാദാക്കാൻ അത് മതിയാവും. ലിഅന്നഹു യതവല്ലദു മിൻഹു അൽ മുദാഹനതു വ മുറാഅതു ജാനിബിഹിം, ഓരോന്ന് സോപ്പിടേണ്ടി വരും. ഓരോ സോപ്പിടേണ്ടി വരും മാത്രല്ല അവരുടെ ജാനിബ്, അവരുടെ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പൊ നിനക്ക് നിന്റെ ദീൻ കോലം പോലെ പറയാൻ കഴിയൂല. വൽ മുവാഫഖതു ഫീ ദുൽമിഹിം, അവര് വല്ല തോന്നിയാസം ചെയ്താൽ ആ തോന്നിയാസത്തിനിക്ക് നീ കൂട്ടു നിൽക്കേണ്ടി വരും. അതുകൊണ്ട് അവരിൽ തരുന്നതൊന്നും നീ വാങ്ങണ്ട എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറയുന്നു. വഹാദാ കുല്ലുഹു ഫസാദുൻ ഫിദ്ദീൻ, ഇതൊക്കെ ദീനിൽ വലിയ കുഴപ്പാ. വഅഖല്ലു മളറതിഹി അന്നക ഇദാ ഖബിൽത അതായാഹും, ഏറ്റവും ചെറിയ ബുദ്ധിമുട്ട്, ഇതിൽ ഏറ്റവും ചെറിയ ബുദ്ധിമുട്ട് ഏതാണെന്നറിയോ? അന്നക ഇദാ ഖബിൽത അതായാഹും, അവർ തരുന്നത് നീ സ്വീകരിച്ചു കഴിഞ്ഞാൽ, വന്ദഫഅത മിൻ ദുനിയാഹും, എന്നിട്ട് നിന്റെ ദുനിയാവിൽ അതിനെ നീ ഉപയോഗിക്കുകയും ചെയ്താൽ, വഅഹബ്ബതഹും, നീ അവരെ ഇഷ്ടപ്പെടും. വമൻ അഹബ്ബ അഹദാ, വല്ല ഒരുത്തനെയും നീ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, യുഹിബ്ബു തൂല ഉംരിഹി വബഖാഇഹി ബില്ലറൂറ, യുഹിബ്ബു തൂല ഉംരിഹി, അവന്റേതായ വയസ്സ് നീളമാകൽ നീ ഇഷ്ടപ്പെടേണ്ടി വരും, ഇഷ്ടപ്പെടും. വബഖാഇഹി ബില്ലറൂറ, അവർ ഒരുപാട് കാലം ഇവിടെ ജീവിക്കണം, അത് ബില്ലറൂറ, ലറൂരിയായിട്ട്, അത് നിർബന്ധമായി അങ്ങനെ ഉണ്ടാവും. വഫീ മഹബ്ബത്തി ബഖാഇൽ ളാലിമി, അക്രമികളായ ആളുകൾ ഇവിടെ ബാക്കിയാവല്ല നീ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇറാദത്തും ഫിൽ ളുൽമി അലാ ഇബാദില്ലാ, അത് അല്ലാഹുവിന്റെ അടിമകളായ ആളുകളോട് നീ ചെയ്യുന്നതായ അക്രമമാണ്, നീ ചെയ്യുന്നതായ ദുൽമാണ്. വഇറാദത്തു ഖറാബിൽ ആലമി, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഈ അർള് ഖറാബാവല്ല നീ ഉദ്ദേശിച്ചവനായി. ഫഅയ്യു ഷൈഇൻ യകൂനു അളറ മിൻ ഹാദാ അലദ്ദീനി വൽ ആഖിബ, ഇതിനേക്കാൾ ദീനിനിക്ക് വലിയ ഇടങ്ങേറി ഇനി എന്താണുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇനി മഹാനവർകൾ പറയുന്ന ചില വാചകങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോളി. നാമൊക്കെ പറയാറില്ലേ, അദ്ദേഹം വലിയ അബുൽ ഐത്താമാണ്, യതീമീങ്ങളെ സംരക്ഷിക്കുന്ന ആളാണ്, ഒരുപാട് സാധുസഹായ സംരക്ഷണ പരിപാടി നടത്തുന്ന ആളാണ്. നമ്മൾ എന്തൊക്കെയാണ് വിശദീകരിക്കുന്ന അറിയോ? എന്തെല്ലാം പേരാ പറയാ, നിങ്ങൾക്കറിയാലോ. നിങ്ങൾ ഓരോരുത്തരുടെ ഇവിടെ എന്നോട് പേഴ്സണൽ ടെസ്റ്റ് അടിക്കുന്നുണ്ട്, ഓരോരുത്തരും പലതും പറയുന്നുണ്ട്. അപ്പോ എന്തൊക്കെയോ അദ്ദേഹത്തിനിക്ക് പേര് വെച്ചുകൊണ്ട് വിളിക്കാറുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, വഇയാക അൻ യഖ്ദഅക ഇസ്തിഹ്വാഉ ശയാത്തീൻ, പിശാച് നിന്നെ പ്രേരിപ്പിക്കുന്ന, നിന്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന, വല്ല അലങ്കാരമായി തോന്നിപ്പിക്കുന്ന കാര്യത്തെ നീ ശ്രദ്ധിക്കണം. ഔ ഖൗലു ബഅദിന്നാസി ലക, അല്ലെങ്കിൽ ജനങ്ങൾ നിന്നോട് പറയുന്ന ചില കാര്യങ്ങളെ തൊട്ട് നീ ശ്രദ്ധിക്കണം. എന്താ പറയാ? ബി അന്ന അഫ്ളല വൽ ഔല അൻ തഅഖുദ ദീനാറ വദ്ദിർഹമ മിൻഹും, ജനങ്ങളിൽ നിന്ന് പണം വാങ്ങുക, പൈസ പിരിക്കുക, എന്നിട്ടോ ദീനാർ ദിർഹം ജനങ്ങളിൽ നിന്ന് പിരിച്ചിട്ട് അത് കൊടുക്കുക. വതഫറുഖഹാ ബൈനൽ ഫുഖറാഇ വൽ മസാകീൻ, ഫഖീർ മിസ്കീൻമാർക്ക്, യതീമക്കളെ പോറ്റുക, അങ്ങനെയുള്ള പല പണികൾ ചെയ്യുക. ഫുഖറാ എനിക്ക് കൊടുക്കുക, മിസ്കീൻമാർക്ക് കൊടുക്കുക, സാധു സഹായ സംരക്ഷണ ഫണ്ട് ഉണ്ടാക്കുക, ഇങ്ങനെ പല പണിയും ചെയ്യുക. ഈ ചെയ്യലെല്ലാം വലിയ കാര്യമാണല്ലോ എന്ന് ചില ആളുകൾ നിന്നോട് പറയും, നിന്റെ ബ്രെയിൻ വാഷ് ചെയ്യും. അങ്ങനെ ചെയ്താൽ ഫഇന്നഹും യുൻഫിഖൂന ഫിൽ ഫിസ്ഖി വൽ മഅസിയ, ആ മുതലാളിമാരാവട്ടെ അവര് തമ്മാടിത്തരത്തിന് ഉപയോഗിക്കുന്നതായ ആ പണം എടുത്തിട്ട് നീ ഖൈറായ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കൽ വലിയ കാര്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ നിന്റെ ബ്രെയിൻ വാഷ് ചെയ്താൽ, ബഹുമാനപ്പെട്ട ഗസാലി തങ്ങൾ പറയുന്നു, ഇൻഫാഖുക അലാ ദുഅഫാഇൻ നാസി ഖൈറും മിൻ ഇൻഫാഖിഹിം,
അവർ ഈ ളുഅഫാഉന്നാസിന്റെ മേൽ, ബലഹീനന്മാരായ പാവങ്ങളുടെ മേൽ ചെലവാക്കലാകുന്നത് അവർ മഅസിയത്തിന് ചെലവാക്കുന്നതിനേക്കാൾ ഖൈറാണല്ലോ എന്ന് നിന്നെ തോന്നിപ്പിച്ചു കഴിഞ്ഞാൽ ഫഇന്നൽ ലഈൻ, നിശ്ചയമായും പിശാചാകുന്നത് ഖദ് ഖതഅനാക കസീരിൻ മിനന്നാസ്, ഒട്ടനവധി ആളുകളുടെ കഴുത്ത് മുറിച്ചിട്ടുണ്ട്, ഒട്ടനവധി ആളുകളുടെ കഴുത്ത് മുറിച്ചിട്ടുണ്ട്. ബിഹാദിഹിൽ വസ്വസ, ഈ വസ്വാസ് മനസ്സ് കയറ്റിയിട്ട്, ഈ വസ്വാസ് മനസ്സ് കയറ്റിയിട്ട് ഒട്ടനവധി ആളുകളെ കഴുത്തു മുറിച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ വിചാരിക്കണ്ട പൈസ വിരിച്ച് കൊണ്ടുവന്നിട്ട്. അപ്പൊ നിങ്ങൾ ഒരു ഉദാഹരണം നോക്കി, പാവായിരുന്ന ഒരു ഗതിയുമില്ലാത്ത കേരള ജനത കണ്ടിരുന്ന ഒരാൾ എങ്ങനെ ഇത്ര വലിയ ധനാഢ്യനായി എന്ന് നിങ്ങൾക്ക് സംശയമില്ലേ? പൈസ വിരിച്ച് അങ്ങനെ ഉണ്ടാകുക. പണം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഹക്കും ബാത്തിലൊന്നും കൂടുതൽ നോക്കാൻ നിൽക്കൂല. അതുകൊണ്ടാണ് പഴയകാലത്ത് ആൾക്കാരൊന്നും ഈ പൈസ ഇപ്പൊ പിരിക്കണന്റെ കോലങ്ങൾക്ക് അറിയില്ലേ? പിരിക്കണന്റെ കോലം ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പൊ പിരിക്കലെങ്ങനെ? ഒരു കാർ എടുത്തിട്ട് 5-6 ആൾക്കാർ കൂടിയിട്ട് അങ്ങ് പോവും. വലിയ മുതലാളിന്റെ വീട്ടിലേക്ക് ഒരു 5-6 ആൾക്കാർ വലിയ താടിയും തലയെക്കെട്ടും ഷാളൊക്കെ ഇട്ടിട്ട് 5-6 ആൾക്കാരങ്ങ് പോയി. ഈ പോകുന്ന ആൾക്കാരെ കണ്ടാൽ ഈ ധനാഢ്യനായ മനുഷ്യൻ എങ്ങനെ കൊടുക്കാതിരിക്കാന്ന് വിചാരിച്ചിട്ടങ്ങ് കൊടുക്കും. ഇത്തരം കൊടുതിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം റംലി തങ്ങളോട് ഇമാം ഗസാലി തങ്ങളുടെ ഒരു വിഷയം ചോദിച്ചുകൊണ്ട് ഇമാം റംലി തങ്ങളോട് ചോദിക്കുന്നുണ്ട്. വസുഇല റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഇമാം റംലി തങ്ങളോട് ചോദിക്കപ്പെട്ടു അൻ ഖൗലിൽ ഇമാമിൽ ഗസാലി, ഇമാം ഗസാലി തങ്ങളുടെ ഖൗലിനെ സംബന്ധിച്ച് ചോദിക്കുക. ഫിൽ ഇഹ്യാഇൽ ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞൊരു സംഭവം ചോദിക്കാണ്. എന്താ ചോദിക്കുന്നത്? ലൗ തറബ മിൻ ഇൻസാനിൻ അൻ യഹബഹു മാല, ഒരാൾ വന്നിട്ട് മുതൽ ചോദിച്ചു, ഹിബത്ത് ചോദിച്ചു. എവിടുന്ന്? ഫീ മലഇൻ മിനന്നാസ്, ജനങ്ങളുള്ളതായ സ്ഥലത്ത് വെച്ചിട്ട് ചോദിച്ചു. ഫസ്തഹ്യാ മിൻഹും അല്ലാ യുഅതിയഹു, ആൾക്കാരുടെ ഇടയിൽ വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കൊടുക്കാതിരിക്കുക? ഹയാ കൊണ്ട്. ഫസ്തഹ്യാ മിൻഹും അല്ലാ യുഅതിയഹു, കൊടുക്കാതിരിക്കൽ അവനിക്ക് വലിയ മോശം നാണമായി തോന്നി. എന്നിട്ടോ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറയുന്നു വകാന യവദ്ദു അൻ യകൂന ഫീ ഖുല്ലത്തിൻ ഫലാ യുഅതീഹി, ഒറ്റക്കായിരുന്നു എന്നുള്ളത്, ഒറ്റക്കാവൽ ഇദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒറ്റക്കാണ് എന്നുണ്ടെങ്കിൽ ഫലാ യുഅതീഹി, ഈ വന്ന ആൾക്ക് കൊടുക്കൂല. എത്ര? ഇവ കുറെ ആൾക്കാർ വന്നാൽ 10,000 കൊടുക്കും, ഒറ്റക്ക് വന്നാലോ 1000 അല്ലെങ്കിൽ 100, അതിന്റെ അപ്പുറത്ത് കൊടുക്കൂല. എന്നാൽ ആൾക്കാർ വന്നല്ലോ, കുറെ ആൾക്കാരുണ്ടല്ലോ, കാറും വണ്ടിയായിട്ട് വന്നതാണല്ലോ, തലക്കെട്ടോ ഇതാണല്ലോ, ഷാൾ ഇട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ, സാധാരണ ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ കൊടുക്കുന്നതിന്റെ അപ്പുറത്താണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ ലം യഹില്ല ലഹു അലിക, അത് ഒരിക്കൽ ഹലാലല്ല. ഏതുപോലെ وكذا كل من وهب له اتقاء شده أو شد معاسره سعايته اتقاء شده أو شد سعايته, അവന്റെ ഷെറ് പേടിച്ചിട്ട് അല്ലെങ്കിൽ പിരിക്കാൻ വേണ്ടി വന്ന ആളുടെ ഷെറ് പേടിച്ചിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഇല്ലേ? തന്നിട്ടില്ലെങ്കിൽ ആൾക്കാർ മുമ്പിൽ പറയും, ഇത് പറയുന്ന പേടിച്ചിട്ട് കൊടുക്കും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ലം യഹില്ലു ലഹു ദാലിക, അത് അവനിക്ക് സ്വീകരിക്കാൻ പാടില്ല, അത് അവനിക്ക് മിൽക്കാവുകയും കൂടി ചെയ്യൂല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറയുന്നുണ്ട്. ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയുടെ 6-ാം ജുസയിൽ പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ട മഹാൻ പറയുന്നു വഹൈസു ദല്ലത്ത് ഖരീനത്തുൻ അന്നമാ യുഅതാഹു ഇന്നമാ ഹുവ ലിൽ ഹയാ, അത് ലജ്ജയോടുകൂടി നാണക്കേട് കാരണമായിട്ടാണ് കൊടുത്തത് എന്നുള്ളത് എനിക്ക് വല്ല തെളിവുമുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നമാ ഹുവ ലിൽ ഹയാ ഹറുമൽ അഖ്ദു, അത് വാങ്ങൽ ഹറാമാണ്. വലം യംലികുഹു, അത് അവൻ മിൽക്കാക്കുകയും കൂടി ചെയ്യൂല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ ഉദ്ധരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പിരിവുകളൊക്കെ എങ്ങനെ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന, അത് മാത്രമല്ല ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു മസ്അലയിൽ കാണാം. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ഒരുത്തൻ ഒരു മുത്തഖിയുടെ വേഷം ധരിച്ചു. പിരിവിന് ആരും മോശമല്ല അല്ലെ? ഞാൻ പറഞ്ഞുതരാ ആരൊക്കെയാണ് മോശമെന്ന്. മോശം ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാ. മുത്തഖിയുടെ വേഷം ധരിച്ചു, എന്നിട്ട് മുത്തഖിയായി അഭിനയിച്ചുകൊണ്ട് പോയി
അവന്റെ കയ്യിൽ ഒരു തഖ്വയുമില്ല. വന്ന ആൾ വിചാരിക്കുകയാണ് നല്ല ആലിമാണ്, വറഉള്ള തഖ്വയുള്ള ആലിമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവനിക്ക് വല്ലതും കൊടുത്തു. അവനത് സ്വീകരിച്ചു. അവന്റെ കയ്യിലാവട്ടെ ഈ കൊടുത്തതായ ഈ മുതസദ്ദിഖായ ആൾ ഉദ്ദേശിച്ചതായ ഗുണഗണങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇല്ലതാനും. എന്നാൽ അതവൻ സ്വീകരിക്കൽ ഹറാമാണ്. വലം യംലിക്കുഹു, അതും കൂടെ അവൻ മിൽക്കാക്കൂല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, കിതാബുൽ ലിബാസിലുണ്ട്. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ നാം ശ്രദ്ധിക്കണം. നാട് നീളെ നടന്ന് പിരിച്ചുകൊണ്ട്, പിരിക്കണതല്ല, പിരിച്ചാൽ തന്നെ കോലം പോലെ ഉള്ളതിലേക്കല്ല ഉപയോഗിക്കണത്. പിരിക്കണതെന്തിനോ, ചെലവഴിക്കുന്നത് വേറെന്തിനോ. ഇങ്ങനെ ആക്കുന്നതിനെ സംബന്ധിച്ച് എത്ര ബഹുമാനപ്പെട്ട ഫുഖഹായി രേഖപ്പെടുത്തുന്നില്ലേ? ഫത്ഹുൽ മുഈനിലുണ്ട്, തുഹ്ഫയിലുണ്ട്, മുഗ്നിയിലുണ്ട്, നിഹായിലുണ്ട്. ഒട്ടനവധി ശാഫിഈ ഫുഖഹായിന്റെ സകല ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും കാണാം. ഒരാൾ സ്വതക്ക ഒരു കാര്യത്തിന് വേണ്ടി കൊടുത്തു, അതല്ലാത്തതിന് വേണ്ടി ചെലവാക്കൽ ഹറാമാണ് എന്ന് ബഹുമാനപ്പെട്ട ഫുഖഹായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ നാട് നീളം നടന്ന് പിരിച്ച് പള്ളിക്ക് വേണ്ടി പിരിച്ചു കഴിഞ്ഞ് പള്ളി അല്ലാത്തതിന് വേണ്ടി ചെലവഴിച്ചു, സിറ്റി ഉണ്ടാക്കാൻ വേണ്ടി, കച്ചവടത്തിന് വേണ്ടി, അല്ലാത്ത മറ്റുള്ള കാര്യത്തിന് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞാൽ ആ ചെലവഴിക്കുന്നതൊക്കെ ഹറാമാണ്. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് പറയാനുള്ളൂ, കുല്ലമാൻ നബത്ത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. ഹറാമിൽ നിന്ന് പൊട്ടിമുളച്ചതൊക്കെ നരകം കൊണ്ട് ബന്ധപ്പെട്ടതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹറാമിൽ നിന്ന് പൊട്ടിമുളച്ച എന്തൊക്കെയുണ്ടോ അതൊക്കെ നരകത്തിന് വേണ്ടിയുള്ളതാ, നരകം കൊണ്ട് ബന്ധപ്പെട്ടതായാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണോ അതിനു വേണ്ടി ചെലവാക്കണം. പള്ളിക്ക് വേണ്ടി പിരിച്ചാൽ പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി പിരിച്ചാൽ മദ്രസക്ക് വേണ്ടി, അതല്ല റബീഉൽ അവ്വലിന്റെ ആവശ്യത്തിന് വേണ്ടി പിരിച്ചാൽ അതിനു വേണ്ടി, അല്ലാത്ത വേറൊന്നിന് ചെലവാക്കാൻ പാടില്ല. കാരണം കൊടുത്ത ആൾക്ക് ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിന് വേണ്ടി തന്നെ വാങ്ങിയ ആൾ ചെലവാക്കണം എന്ന് ബഹുമാനപ്പെട്ട ഫുഖഹായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതുമാത്രല്ല, പിരിവിന് വേണ്ടി പോകുന്ന നേരത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് നാം പോകുമ്പോ ശ്രദ്ധിക്കേണ്ടുന്ന പല കാര്യങ്ങളിൽ നാം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ കൂട്ടിയിട്ട് പോയിട്ട് ഒരുപാട് ആൾക്കാർ കൂടെയുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കൊടുക്കാതിരിക്കാൻ എങ്ങനെ തരാതിരിക്കും എന്നുള്ള രീതിയിൽ പോയി വാങ്ങുന്ന ആ ശൈലി ശരിയല്ല. അത് ഒരു തരം ഗസ്ബാണ് എന്ന് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം ആ രീതിയിലുള്ള പിരിവുകളൊന്നും പാടില്ല. സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പരിശുദ്ധമായ ദീൻ ഇവിടെ നിലനിൽക്കണം എന്നതിന് വേണ്ടിയിട്ടായിരുന്നു പഴയ കാലയളവിലുള്ള ആളുകൾ ശ്രമിച്ചിരുന്നത്. അവർ അധ്വാനിച്ചുകൊണ്ട് അവരുടെ വേർപ്പ് പൊട്ടിച്ചുകൊണ്ടായിരുന്നു പള്ളികൾ ഉണ്ടാക്കിയിരുന്നത്, മദ്രസ ഉണ്ടാക്കിയിരുന്നത്. അവർ പരിശുദ്ധമായ ദീനിന് വേണ്ടി മാന്യമായ രീതിയിൽ പിരിക്കുകയും അത് എന്തൊന്നിനു വേണ്ടി പിരിച്ചിട്ടുണ്ടോ അത് അതേ കാര്യത്തിന് വേണ്ടി ചെലവാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇക്കാലയളവിലും നാം ഉലമാ അല്ലെങ്കിൽ ഉമറായി ഈ പരിശുദ്ധമായ ദീനിന്റെ പേര് പറഞ്ഞ് പിരിക്കുന്ന ഏതൊരു വിഷയമുണ്ടോ അത് ആളെ വിഷയമാക്കണ്ട. നമുക്കറിയില്ലേ, പിരിവിന്റെ കാര്യത്തിൽ ഏറ്റവും മുടിചൂടാ മല്ലന്മാര് നിൽക്കുന്ന ലോകത്തിലാണ് നാം ഉള്ളത്. ആ നാട്ടിലാണ് നാം ജീവിക്കുന്നത്. ഇനിഷ്യൽ പോലും അന്താരാഷ്ട്ര പിരിവുകാരൻ എന്നറിയിക്കുന്ന പല ആളുകളുമുണ്ട്. എമ്മാതിരി പിരിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നതാണോ എന്ന് തോന്നിപ്പോവും. അങ്ങനെയുള്ള പിരിവുകാരൊക്കെ ഉള്ള ഭൂമിയിലാണ് നാം ഉള്ളത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നാം ഉള്ളത്, നിലകൊള്ളുന്നത്. അങ്ങനെയുള്ള പിരിവുകാരൊക്കെയുണ്ട്. അവർ പിരിക്കണ സമയത്ത് ഞങ്ങളുടെ ഉസ്താദിലേക്ക് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, അങ്ങനെയല്ല. ഉസ്താദ് എന്തിനു വേണ്ടിയിട്ടാണോ പിരിച്ചത് ആ പിരിച്ചതിന് തന്നെ ചെലവാക്കണം. എന്തിനു വേണ്ടിയിട്ടാണോ? അസൂയ, കിട്ടാത്തത് കൊണ്ട് അസൂയ. അപ്പൊ ഞങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ട് അസൂയ എന്ന് പറയാം. ഗസാലി ഇമാം ഈ പിരിവുകാരന് വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക്, നൂറ്റാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഇമാം ഗസാലി തങ്ങൾക്ക് ആരോടാ അസൂയ? പറ, ആരോടാണ് അസൂയ? ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞതല്ലേ മാന്യമായി വായിച്ചതെന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. തോന്നിയാസം പറയരുത്. പറയുന്നത് വളരെ ശ്രദ്ധിച്ചുകൊണ്ടാവണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനാണ്. ഇതിന്റെ നിയമാവലികൾ നാം പറച്ചു ചീന്താൻ പാടില്ല. ഈ നിയമാവലികൾ നാം പാലിക്കണം. അതുകൊണ്ട് പിരിവാണ് ജീവിതം, സമരമാണ് ജീവിതം എന്ന് പറയുന്നത് പോലെ പിരിവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്.
എന്റെ തൊണ്ടവേദന, ശക്തമായ വേദന ഉണ്ടായപ്പോ ഞാൻ ഈ തൊണ്ടവേദന മാറണമെന്നുണ്ടെങ്കിൽ ഇന്ന് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും അഫ്ളലായ ഇൽമ് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്ന് പറയുന്നത് പോലെ അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ, ഈ സന്ദർഭത്തിനോട് യോജിച്ച ഒരു ഇൽമ് പറയാം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ വിഷയം തെരഞ്ഞെടുത്തത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഒരുപാട് തെളിവുകളൊക്കെ ഇനിയും ബാക്കിയുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് പറയാവുന്നതാണ്. അരമണിക്കൂർ എനിക്ക് അനുവദിച്ചതായ സമയം ഇവിടെ തീർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട KICRന്റെ അഡ്മിൻസുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ പിരിവ് എന്നുള്ള ഈ ഒരു വിഷയം അത് പ്രമാണബന്ധിതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒട്ടനവധി തൊണ്ടവേദന ഇന്ന് മാറും, ഉറപ്പാണ്. അത് മാറുമെന്ന് ഉറപ്പിച്ചു വെച്ചതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ തെരഞ്ഞെടുത്തത്. അദ്ദേഹത്തിന് നമുക്കറിയില്ലേ, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ സവാജിറിൽ പറയുന്നുണ്ട്, അസ്സവാജിർ അൻ ഇഖ്തിറാഫിൽ കബായിർ എന്ന പരിശുദ്ധമായ അവിടത്തെ കിതാബിൽ പറയുന്നുണ്ട്, 6 ആളുകളെ ഗീബത്ത് പറയൽ ജായിസാണ് എന്ന്. ഗീബത്ത് എന്ന വ്യക്തിപരമായി ആക്ഷേപിക്കുക എന്നുള്ളതൊന്നല്ല ഞങ്ങൾ ചെയ്യുന്നത്. നാം അത് മനസ്സിലാക്കണം. ഇത് ഓരോരുത്തരിങ്ങനെ നിങ്ങൾ ഗീബത്താന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പേടിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് പേടിക്കണമെങ്കിൽ വേറെ ആൾക്കാരെ നോക്കണം. കിതാബ് ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ എഴുതിയത് കണ്ട ആളുകൾക്ക് എന്ത് പേടിക്കാനുള്ളത്? പരിശുദ്ധമായിരിക്കുന്ന ഇമാമിങ്ങൾ മനോഹരമായി കിതാബിൽ എഴുതിയിട്ടുണ്ട്. പരിശുദ്ധമായ ഇമാമിങ്ങൾ മനോഹരമായി കിതാബുകളിൽ എഴുതിയിട്ടുണ്ട്. ഫിസ്കിലേക്കും അതുപോലെ തന്നെ മശായിഖിന്റെ കുരുത്തക്കേടിലേക്കൊക്കെ ജനങ്ങളെ കൊണ്ടുപോകുന്ന ആളുകളെ ഗീബത്ത് പറഞ്ഞിട്ട് സമൂഹത്തിനെ തടയണം, അത് സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ എഴുതിയതൊക്കെ പരിശുദ്ധമായ ഇബ്നു ഹജർ തങ്ങൾ അവിടത്തെ അസ്സവാജിറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പരിശുദ്ധമായ ഇബ്നു ഹജർ തങ്ങൾ ഇത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ 1989 വരെ പരിശുദ്ധമായ ഉലമാഇന്റെ കൂട്ടമായിരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിവിടെ നിലനിൽക്കുന്ന സമയത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നവുമില്ല. പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് മുതൽ എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം അറിയാം, 89 ശേഷം ഒരു 10-25 കൊല്ലത്തിന്റെ ഇപ്പുറത്ത്. അപ്പോ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ആരാണോ തുടക്കം കുറിച്ചത്, വലാ തകൂനു അവ്വല കാഫിരിൻ ബിഹ്, നിങ്ങൾ ആദ്യമായി കുഫർ കൊണ്ടുവരുന്ന ആൾ ആവാൻ പാടില്ല എന്ന് പറഞ്ഞ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് സ്മരിച്ചുകൊണ്ട് പറയാം, ഫിത്നയ്ക്ക് ആദ്യമായി തുടക്കം കുറിച്ച ആൾ ആവാൻ നിങ്ങൾ പാടില്ല. കാരണം എന്താ? ഇനി ഈ ലോകത്തിൽ ഏതെല്ലാം ഫിത്നകളുണ്ടോ ആ ഫിത്നകളുടെയൊക്കെ ഒരു ഓഹരി നിങ്ങൾക്ക് വരും. നിങ്ങൾ ഇനി എത്ര നന്മ ചെയ്താലും ഈ ഫിത്നയുടെ ഓഹരിയും കൂടി നിങ്ങൾ താങ്ങേണ്ടി വരും. അതുകൊണ്ട് മശായിഖിന്റെ കുരുത്തക്കേട് വാങ്ങുന്ന പരിശുദ്ധമായ ദീനിൽ ഫിർഖത്ത് എന്ന് പറയുന്ന ഒരു വലിയ ചേരിതിരിവുണ്ടാക്കുന്ന, ഈ ഉമ്മത്തിന്റെ ഐക്യത്തെ ഇല്ലായ്മ ചെയ്ത, കുടുംബ ബന്ധം ഇല്ലായ്മ ചെയ്ത, സ്നേഹബന്ധങ്ങൾ ഇല്ലാതെയാക്കിയ, ഉലമാഇന്റെ ആദരവും ബഹുമാനവും ഇല്ലാതെയാക്കിയ ഇദ്ദേഹത്തിനെതിരെ പറയലാണ് ഏറ്റവും പരിശുദ്ധമായ ഇൽമ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ വിഷയം തന്നെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് പിരിവിന് വേണ്ടി മാത്രം ജീവിച്ച് അതിനു വേണ്ടി മാത്രം മെനക്കിടുന്ന ആളുകളെയൊക്കെ നാം കണ്ടറിയുകയും പരിശുദ്ധമായ ദീൻ അതിന്റെ മുറ പോലെ അനുഷ്ഠിച്ച് മുത്തഖീങ്ങളായ നമ്മുടെ പൂർവികരായ മഹത്തുക്കളായ സമസ്തയുടെ ഉലമാഇന്റെ പാത പിന്തുടരുകയും. ആരാണ് സമസ്തയുടെ ഉലമാ? അവര് കേവലം നാം വർത്താനം കൊണ്ട് പറയാറുള്ള വാക്കായി നമുക്ക് എടുക്കേണ്ട. ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാനുഭാവർ എന്ന് നാം പറയാറില്ലേ? അത് ജീവിതത്തിൽ അനുഭവിച്ച് കണ്ട ഒട്ടനവധി ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അനുഭവിച്ചറിഞ്ഞ ഇത് നമുക്കറിയില്ലേ, ഈ പറയുന്ന അന്താരാഷ്ട്ര പിരിവുകാരുടെ കൂടെ കൂടിയാൽ എന്തൊക്കെയാണ് അനുഭവം പറയാറുണ്ടാകുക? നമ്മുടെ ഉസ്താദന്മാരുടെ കൂടെ കൂടിയാൽ അവരുടെ എളിമത്തരം പറയാറുണ്ടാവും, അവരുടെ സൂക്ഷ്മമായ ജീവിതം പറയാറുണ്ടാവും, അവരുടെ പരിശുദ്ധമായ ദുആഇന്റെ ഇസ്തിജാബത്ത് ഉത്തരം കിട്ടുന്ന കാര്യം പറയാനുണ്ടാവും. നേരെ മറിച്ച് പിരിവുകാരുടെ കൂടെ കൂടിയാലോ എന്താ പറയാനുണ്ടാകുക? അതൊന്നും വായ തുറന്ന് പറയിപ്പിക്കണ്ട എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ട് സമയം ഒരുപാട് നീണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അല്ലാഹു ജല്ല ജലാലായ റബ്ബ് സുബ്ഹാനഹു തആല ഈ ശാരിയാക്കളുടെ, ഈ മുടിയന്മാരുടെ എല്ലാ ഫിത്നയിൽ നിന്നും അല്ലാഹു നമ്മളെയും ഈ ഉമ്മത്തിനെയും കാത്ത് സലാമത്താക്കട്ടെ.
ഇത് ഖദരിയത്ത്, ജബരിയത്ത്, ഷിയയ്യത്ത് എന്ന് പറയുന്നത് പോലെ ഒരു ശരീഅത്ത് പൊട്ടിപ്പുറപ്പെട്ടതാണ്. അവരുടെ ബിദ്അഈ ആശയങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് അവിടുത്തെ ജീവിതകാലത്ത് മാത്രമേ ബാക്കിയാവുള്ളൂ എന്നാണ് അവിടുത്തെ ഒരു നേതാവ് പറയുന്നത്. മറ്റൊരു നേതാവ് പറയുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇടയ്ക്കിടെ നീലുണ്ടാവുമെന്ന. അപ്പം മറ്റൊരു നേതാവ് ഞാനങ്ങനെ കുറയാൻ പാടില്ലല്ലോ എന്നുള്ളത് കൊണ്ട് വീണ്ടും പറയാ. എന്താ പറയണത്? സിയം വലിയുല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ ഒരു തമ്മാടിയാണ്, ഫാസിഖാണ്, അദ്ദേഹം ഫിസ്കുള്ള ആളാണ് എന്ന് മാത്രല്ല സാക്ഷിക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹത്തിനെ എങ്ങോട്ടേക്കോ കൊണ്ടുപോകുന്നുണ്ട്. അതാണ് ഞാൻ ഒരു ബിദ്അഈ കക്ഷികളായ ശൈരിയാക്കളാണ് എന്നും കൂടെ പറയാനുള്ള കാരണം. അല്ലാഹു ജല്ല ജലാലായ റബ്ബ് സുബ്ഹാനഹു തആല ഇത്തരം ആളുകളെ തൊട്ട് നമ്മുടെ ഉമ്മത്തിനെ കാത്തു സലാമത്താക്കട്ടെ എന്നും കൂടി ദുആ ചെയ്ത് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും